മടുതോരു മുമ്പയുടെ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്കാട്ടോ ഇന്ന് നമ്മൾ പോകുന്നത്. അങ്ങനെ ശരണ്യയും കുട്ടി ശരണ്യയുടെ സഹോദരൻ സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട്. വന്ന പാടെ തന്നെ ശരണ്യ ഹരിയെയും രോഹിത്തിനെയാണ് കാണുന്നത്. അവർ ജയിലിനകത്ത് കിടക്കുന്നുമുണ്ട്. വന്ന പാടെ അവർ രണ്ടുപേരെയും കാണുമ്പോൾ തന്നെ ശരണ്യയുടെ മുഖമൊക്കെ അങ്ങ് വല്ലാതാവുന്നുണ്ട്. അവൾ പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുന്നുമുണ്ട്. ആ സമയത്ത് എസ് ഐ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി ശരണ്യെ, എന്താ പെട്ടെന്ന് മുഖമൊക്കെ വല്ലാതായല്ലോ, യുവമാരെ കണ്ടതുകൊണ്ടാണോ? താനിപ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല, ഞങ്ങളില്ലേ ഇവിടെ, സത്യങ്ങൾ തുറന്നു പറയാനാണ് തന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചത് എന്ന്. ആ സമയത്ത് ഹരി അങ്ങ് ശരണ്യെ വല്ലാതെ അങ്ങ് ദേഷ്യത്തോടു കൂടിയാണ് നോക്കുന്നത്. എന്നെ ജയിലാക്കി നിന്നെ ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞാൽ തീർത്ത് കളയും എന്നൊക്കെയുള്ളൊരു ഭാവത്തോടു കൂടിയാണ് ശരണ്യയുടെ മുഖത്തേക്ക് അയാൾ നോക്കുന്നത്. എന്നാൽ രോഹിത്തിനാണെങ്കിൽ മുഖം ആകെ വിളറി വേർത്ത് വല്ലാത്തൊരു സങ്കടമാണ്. താൻ ചെയ്യാത്ത കുറ്റത്തിനാണ് ജയിൽ ശിക്ഷ അനുഭവിക്കുന്നത് എന്ന് ആലോചിച്ചിട്ട്. ആ സമയത്ത് എസ് ഐ ശരണ്യയോടത്ത് ചോദിക്കുന്നുണ്ട്, എന്താണ് അന്ന് സംഭവിച്ചതെന്ന് ശരണ്യയ്ക്ക് ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ടോ എന്ന്. അവൾക്കത് ഓർത്തെടുക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് പറയുമ്പോൾ എസ് ഐ പറയുന്നുണ്ട്, ഇപ്പോൾ നമ്മുടെ കേസിനെ സംബന്ധിച്ചിടത്തോളം താൻ ഇത് ഓർത്തെടുത്തേ മതിയാകൂ. ഇതിൽ ആരാണ് ശിക്ഷിക്കപ്പെടേണ്ടത്, ആരാണ് നിരപരാധി എന്ന് നീ തന്നെയാണ് തെളിയിക്കേണ്ടത്. ആ സമയത്ത് ശരണ്യ ആ പഴയ കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവളുടെ കണ്ണിനകത്തൊക്കെ വല്ലാതെ ഒരു ഇരുട്ട് കയറുന്നുമുണ്ട്. എന്നിട്ട് അവൾ പറയുന്നുണ്ട്, എനിക്കൊന്നും ഓർത്തെടുക്കാൻ കഴിയുന്നില്ല, എൻ്റെ തലയ്ക്കകത്തൊക്കെ എന്തോ പോലെ തോന്നുന്നു സാർ, ഞാനിപ്പോൾ ഇവിടെ മറിഞ്ഞ് വീഴുന്നത് പോലെ. അവൾ പറയാൻ തുടങ്ങിയതിന് പിന്നാലെ തന്നെ അവൾ ബോധം കെട്ട് അവിടെ വീഴുന്നുണ്ട്. ആ സമയത്ത് പോലീസുകാരെല്ലാവരും കൂടെ ഓടി വന്ന് ശരണ്യെ എണീപ്പിച്ച് അവിടെ ഇരിക്കുന്ന ഒരു ബെഞ്ചിലേക്ക് ഇരുത്തുന്നുണ്ട്. ആ സമയത്ത് ശരണ്യയുടെ സഹോദരനോടൊപ്പം പോലീസ് ചോദിക്കുന്നുണ്ട്, താങ്കൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും കാര്യം അറിയാമോ, ശരണ്യ എന്തെങ്കിലും തന്നോട് പറഞ്ഞിട്ടുണ്ടോ? അത് കേൾക്കുമ്പോൾ ശരണ്യയുടെ സഹോദരൻ പറയുന്നുണ്ട്, അതേ സർ, കുറച്ച് കാര്യങ്ങളൊക്കെ അവൾ ഞങ്ങളോടത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ 4 പേരുണ്ടായിരുന്നു എന്നും അവൾ ബർത്ത്ഡേ പാർട്ടിക്ക് പോയ സമയത്ത് ഇതുപോലെ എന്തോ വെള്ളം കൊടുത്തു എന്നും അതിനുശേഷം അവൾ ബോധം കെട്ട് വീണു. പിന്നെ അവൾക്ക് കറക്റ്റായിട്ടൊന്നും ഓർമ്മയില്ല, പക്ഷേ അവളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചവരുടെ മുഖമൊക്കെ അവളിങ്ങനെ ചെറുതായിട്ട് പറയുന്നുമുണ്ട്. അതിൽ 3 പേരുടെ മുഖമാണ് അവൾ വ്യക്തമായിട്ട് കാണുന്നതെന്നാണ് പറഞ്ഞത്. അങ്ങനെ അവളുടെ സഹോദരൻ പറയുന്നതിനെ തുടർന്ന് രോഹിത്തിനെയും ഹരിയെയും സ്റ്റേഷനിൽ നിന്ന് വെളിയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഹരിയുടെ മുഖത്ത് 2 അടി കൊടുത്തതിന് ശേഷം എസ് ഐ ചോദിക്കുന്നുണ്ട്, നീ ആ കുട്ടിയെ നശിപ്പിച്ചതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ലേ നീ അവളെ ഭീഷണിപ്പെടുത്തിയത്? അന്ന് അവളെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് അവളെ ഇത് കാണിച്ചല്ലേ നീ ഭീഷണിപ്പെടുത്തിയത്, മറ്റു പരാതിയൊന്നും കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഹരി പറയുന്നുണ്ട്, അയ്യോ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല സാറെന്ന്. ആ സമയത്ത് മറ്റ് ഉദ്യോഗസ്ഥരെടുത്ത് പറഞ്ഞിട്ടാണ് ഫോണ് അവിടെ നിന്ന് എടുപ്പിച്ച് എസ് ഐ പരിശോധിക്കുന്ന സമയത്ത് ആ ശരണ്യയുടെ വീഡിയോ അതിൽ കിടക്കുന്നുണ്ട്. എസ് ഐ ആ വീഡിയോ കണ്ടതിന് ശേഷം ഹരിയെ അടുത്തോട്ട് വിളിപ്പിച്ച് നന്നായിട്ട് പെരുമാറുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇതാണോടാ നീ ഇല്ലാന്ന് എന്നോട് കള്ളം പറഞ്ഞത്? ആ വീഡിയോ പരിശോധിച്ച ശേഷം പിന്നെയും എസ് ഐ ആ ഫോൺ ചെക്ക് ചെയ്യുന്നുണ്ട്. അതിൽ നിന്നും അയാൾക്ക് മനസ്സിലാവുന്നുണ്ട്, അവളുടെ ശരണ്യയുടെ വീഡിയോ മാത്രമല്ല പല പെൺകുട്ടികളെ മോശപ്പെടുത്തിയുള്ള വീഡിയോസ് എല്ലാം ഹരിയുടെ ഫോണിലുണ്ട് എന്ന്. അങ്ങനെ വീണ്ടും പരിശോധിക്കുന്ന സമയത്താണ് ബബിതയുടെ മറ്റൊരു വീഡിയോയും അതിൽ കിടക്കുന്നത് കാണുന്നത്. ആ സമയത്ത് എസ് ഐ ചോദിക്കുന്നുണ്ട്, ഇത് ബാലചന്ദ്രന്റെ മകളല്ലേ, ആ കുട്ടിയുടെ വീഡിയോ എങ്ങനെയാടാ ഇതിൽ വന്നത് എന്ന് പറഞ്ഞിട്ട് അവന് 2 ഇടിയും കൂടെ കൊടുക്കുന്ന സമയത്ത് ഹരി വെളിപ്പെടുത്തുന്നുണ്ട്, ബബിത അവൻ്റെ വീട്ടിൽ താമസിക്കാൻ നിന്നിരുന്ന സമയത്ത് അവളുടെ റൂമിൽ ഒളിക്യാമറ വച്ചതിന് ശേഷം അവൾ വസ്ത്രം മാറുന്ന വീഡിയോ പകർത്തിയതാണ് എന്ന്. തൻ്റെ സഹോദരിയുടെ വീഡിയോയും അവൻ പകർത്തിയെന്നറിയുന്ന രോഹിത്തിന് വല്ലാത്തൊരു ഞെട്ടലാണ് ഉണ്ടാക്കുന്നത്. അവൻ പെട്ടെന്ന് തന്നെ ദേഷ്യത്തോട് ഹരിയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. ഹരിയാണെങ്കിൽ അത് കാണുന്നതും തല താഴ്ത്തി വെക്കുന്നുണ്ട്. എന്നിട്ട് എസ് ഐ രോഹിത്തിനോടൊപ്പം ചോദിക്കുന്നുണ്ട്, കണ്ടല്ലോ നിന്റെ കൂട്ടുകാരൻ്റെ പ്രവൃത്തി, നീയും അപ്പോൾ ഇതിന് കൂട്ടുനിന്നതാണല്ലേ? നിനക്കറിയാമായിരുന്നോ നിന്റെ സഹോദരിയുടെ വീഡിയോയും ഈ ഫോണിലുണ്ട് എന്ന്? നീയൊക്കെ ഒരു സഹോദരനാണോടാ, സ്വന്തം സഹോദരിയുടെ വീഡിയോ എടുത്തവൻ്റെ കൂടെ നിന്ന് കൂട്ടുപിടിക്കാൻ നടക്കുന്നവൻ എന്ന് പറഞ്ഞിട്ട് രോഹിത്തിനെയും നന്നായിട്ട് അവൻ പെരുമാറുന്നുണ്ട്. ആ സമയത്ത് രോഹിത്ത് കരഞ്ഞ് കാല് പിടിച്ചുകൊണ്ട് ആ എസ് ഐയോട് പറയുന്നുണ്ട്, സാറേ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എന്നെ ഇവന്മാരെ ഒരു ട്രാപ്പിൽ അകപ്പെടുത്തിയതാണ്. ഞാൻ ഈ സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നു, പക്ഷേ എന്നെ അവന്മാർ വിളിച്ച സമയത്ത് ഞാൻ അങ്ങോട്ട് പോയിരുന്നില്ല. ഞാൻ അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സമയത്ത് അവന്മാരെന്നെ കണ്ട് ഭീഷണിപ്പെടുത്തി ഇവിടെ നിന്നും പുറത്തേക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവന്മാരെന്നെ റൂമിൽ അടച്ചിടുകയാണ് ഉണ്ടായത്, അല്ലാതെ ഞാനിത് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന്. രോഹിത്തിൻ്റെ ആ ഒരു കരച്ചിൽ കാണുമ്പോൾ എസ് ഐക്ക് എന്തോ ഒരു നിരപരാധിത്വം തോന്നുന്നുണ്ടെങ്കിലും ഹരിയോട് ചോദിക്കുന്നുണ്ട്, അവൻ പറയുന്നതിൽ എന്തെങ്കിലും സത്യസന്ധത ഉണ്ടോ എന്ന്. ആ സമയത്ത് ഹരി പറയുന്നുണ്ട്, അയ്യോ ഇല്ല സാറേ, അവൻ വെറുതെ നുണ പറയുകയാണ്, അവനും ഞങ്ങളോടൊത്ത് ഉണ്ടായിരുന്നു എന്ന്. ഹരിയുടെ വാക്കുകൾ കേൾക്കുന്ന രോഹിത്ത് കരഞ്ഞ് കാല് പിടിച്ച് എസ് ഐയോട് വീണ്ടും പറയുന്നുണ്ട്, ഇവൻ പറയുന്നത് നുണയാണ്, ഞാനതിന്
അതിന് ഒരു കുറ്റം ചെയ്തിട്ടില്ല സാർ, എന്നെ വെറുതെയാണ് ഇവിടെ കൊണ്ടുവന്നത് എന്ന് പറയുമ്പോൾ അയാൾക്ക് എന്തോ ഒരു സത്യസന്ധത തോന്നുന്നുണ്ട്. ഹരിയുടെ മുഖത്തേക്ക് ഒരു 2-3 അടിയൊക്കെ കൊടുത്തതിന് ശേഷം പോലീസ് ചോദിക്കുന്നുണ്ട്, അവൻ പറയുന്നത് ശരിയാണോടാ എന്ന് ചോദിക്കുമ്പോൾ ഹരി പറയുന്നുണ്ട്, ഇനി എന്നെ തല്ലല്ലേ സാറേ, ഞാൻ ചത്തുപോവും, എനിക്ക് ഇനി അടി കൊള്ളാനുള്ള ശേഷിയില്ല. അവൻ പറയുന്നത് ശരിയാണ്, അവൻ ഉപദ്രവിച്ചിട്ടില്ല. ബാക്കി ഞങ്ങൾ 3 പേരും ചേർന്നാണ് ആ പെൺകുട്ടിയെ ഉപദ്രവിച്ചത്. അവൻ അതിന് ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവൻ വേണ്ട എന്ന് പറയുമ്പോഴും അവൻ പുറത്തു പോകണമെന്ന് പറഞ്ഞപ്പോഴും ഞങ്ങൾ അവനെ ഭീഷണിപ്പെടുത്തി മുറിക്കകത്ത് അടച്ചിടുകയാണ് ഉണ്ടായത്, അല്ലാതെ അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന്. ഇത് കേൾക്കുന്ന SI രോഹിത്തിനോട് പറയുന്നുണ്ട്, നീ അങ്ങനെ തെറ്റ് ചെയ്തിട്ടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷേ നീ അവന്മാരുടെ കൂടെ കൂട്ടുനിന്നു, നീ ഇതിന് വേണ്ടിയിട്ട് തന്നെയാണല്ലോ അവിടെ പോയത്. അതുകൊണ്ട് നിനക്ക് അവന്മാർക്ക് കിട്ടുന്ന ശിക്ഷയൊന്നും കിട്ടില്ല എങ്കിലും നിനക്ക് എന്തെങ്കിലുമൊക്കെ ശിക്ഷ ഞങ്ങൾ വാങ്ങിത്തരും. കാരണം ഇനി നീ ഇതിനൊന്നിനും കൂട്ടു നിൽക്കാൻ പാടില്ല. പക്ഷേ ഇവന്മാരുടെ കാര്യം അങ്ങനെയല്ല. ഇവന്മാരിനി പുറത്തിറങ്ങാൻ കുറേ താമസം എടുക്കും. ഇതിനകത്ത് നിന്ന് നന്നായിട്ട് അവന്മാർ ഉണ്ട തിന്നട്ടെ. ഏറ്റവും വലിയ ശിക്ഷ തന്നെ ഇവന്മാർക്ക് ഞങ്ങൾ വാങ്ങിക്കൊടുത്തിരിക്കും. കാരണം ആ പെൺകുട്ടിയുടെ കണ്ണീരിന് എന്തെങ്കിലുമൊക്കെ നീതി കിട്ടണം. ആ പെൺകുട്ടിയുടെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? നിനക്കും ഇല്ലേ അമ്മയും പെങ്ങന്മാരും ഒക്കെ? അപ്പോൾ നീയൊക്കെ ഇതൊക്കെ അനുഭവിക്കണമെന്ന്. എന്നിട്ട് ശരണ്യയുടെ സഹോദരൻ്റെ മുന്നിൽ വെച്ച് ആ ഒരു ശരണ്യയുടെ വീഡിയോ SI ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇനി നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, ഞാനിത് ഇവിടെ വെച്ച് ഡിലീറ്റ് ചെയ്യുന്നു. ഇനി അവൻ്റെ കയ്യിൽ യാതൊരു തെളിവുമില്ല. ഇനി അത് വെച്ചിട്ട് നിങ്ങൾ അവനെ ഭീഷണിപ്പെടുത്താനും കഴിയില്ല എന്ന്. ഇനി അതിന് ഭീഷണിപ്പെടുത്താൻ അവൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് വേണ്ടേ, അവനെ ഞങ്ങൾ ഒരു പാഠം പഠിപ്പിക്കും. അതിനുശേഷം ബബിതയുടെ വീഡിയോ കണ്ടതിനെ തുടർന്ന് SI നേരെ ബാലചന്ദ്രൻ്റെ വീട്ടിലേക്ക് വിളിക്കുന്നുണ്ട്. ബാലചന്ദ്രൻ ഹോസ്പിറ്റലിലായതിനെ തുടർന്ന് അലീനയാണ് ഫോൺ എടുക്കുന്നത്. ബാലചന്ദ്രൻ ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, ഇല്ലല്ലോ സാറേ, അച്ഛൻ ഹോസ്പിറ്റലിലാണ്, എന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ പോലീസ് പറയുകയാണ്, ബബിത എന്ന് പറയുന്നത് ബാലചന്ദ്രൻ്റെ മകളല്ലേ എന്ന്. ആ സമയത്ത് അലീന പറയുന്നുണ്ട്, അതേ സാറേ, ബബിത ബാലചന്ദ്രൻ സാറിൻ്റെ മകളാണ്, എന്തു പറ്റി സാറേ ബബിതയ്ക്ക് എന്ന് പറയുമ്പോൾ പോലീസ് പറയുന്നുണ്ട്, ഞങ്ങളിവിടെ ഇവന്മാരുടെ ഫോൺ പരിശോധിച്ച സമയത്ത് ഹരിയുടെ ഫോണിൽ നിന്നും ബബിതയുടെ 1-2 വീഡിയോസ് കണ്ടുകിട്ടി. അതിൻ്റെ വിവരം ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടായിരുന്നു വിളിച്ചത്. ബാലചന്ദ്രനോട് ഈ കാര്യം ഒന്ന് പറയണം, നമ്പറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, സാർ, അച്ഛൻ ഇപ്പോൾ ഹോസ്പിറ്റലിൽ സുഖമില്ലാതെ കിടക്കുകയാണ്. രോഹിത്തിൻ്റെ കാര്യം അറിഞ്ഞതിന് ശേഷമാണ് അച്ഛൻ ഹോസ്പിറ്റലിലായത്. ഇനി ഇത് കൂടെ അറിഞ്ഞാൽ ആ മനുഷ്യന് ഇത് താങ്ങാൻ കഴിയില്ല. ഞാൻ തന്നെ അച്ഛനോട് ഈ കാര്യം പറഞ്ഞോളാം എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ഈ ഫോൺ കോൾ വന്നതിനെ തുടർന്ന് അലീന ആകെ ഒരു വല്ലാത്ത വിഷമത്തിൽ നിൽക്കുമ്പോൾ കൃഷ്ണമോൾ വന്ന് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി ചേച്ചി, ആരാ വിളിച്ചത്, എന്ത് പറ്റിയ, രോഹിത്തേട്ടനെ കുറിച്ച് എന്തെങ്കിലും അറിഞ്ഞോ, സ്റ്റേഷനിൽ നിന്നാണോ ചേച്ചി വിളിച്ചത് എന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, അതേ മോളെ, സ്റ്റേഷനിൽ നിന്നാണ് വിളിച്ചത്. എന്താ ചേച്ചിക്കൊരു വല്ലാത്ത സങ്കടം ഉണ്ടല്ലോ, പറ എന്ന് പറയുമ്പോൾ അലീന ആ കാര്യങ്ങൾ കൃഷ്ണമോളോടൊത്ത് പറയുന്നുണ്ട്. മോളെ, അന്ന് ബബിത ഹരിയുടെ വീട്ടിൽ നിൽക്കാൻ പോയ സമയത്ത് അവളുടെ ബാത്റൂമിനകത്ത് ഒളിക്യാമറ വെച്ച് അവളുടെ 1-2 ഫോട്ടോസും വീഡിയോസും ഒക്കെ ഹരി പകർത്തിയിട്ടുണ്ടായിരുന്നു. ഹരിയുടെ ഫോണ് പോലീസ് പരിശോധിക്കുന്ന സമയത്ത് ശരണ്യയുടെയും മറ്റൊന്ന് 2 പെൺകുട്ടികളുടെയും മോശമായിട്ടുള്ള വീഡിയോസും അതിൻ്റെ കൂടെ നമ്മുടെ ബബിതയുടെ വീഡിയോസും അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. അതനുസരിച്ച് അതിനെ ഒന്ന് അറിയിക്കാനാണ് പോലീസ് ഇവിടേക്ക് വിളിച്ചത്. ഇനി ഇത് അതുകൂടെ അറിഞ്ഞാൽ അച്ഛനത് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ തന്നെ പറഞ്ഞു, അച്ഛനോട് ഈ കാര്യങ്ങൾ ഞാൻ തന്നെ പറഞ്ഞോളാമെന്ന്. അത് കേൾക്കുമ്പോൾ കൃഷ്ണമൊക്കെ വല്ലാതെ അങ്ങ് സങ്കടമാവുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, മോള് വിഷമിക്കേണ്ട, എന്തെങ്കിലും നമുക്ക് വഴിയുണ്ടാക്കാം. മോളിപ്പോൾ ഈ കാര്യങ്ങളൊന്നും ബബിതയെ അറിയിക്കരുത്, അവൾക്കിതറിഞ്ഞാൽ അത് സഹിക്കാൻ കഴിയില്ല. ഞാനൊന്ന് അച്ഛനെ കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അലീന ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. ബാലചന്ദ്രനെ കണ്ട ഉടനെ തന്നെ അവൾ അച്ഛാന്ന് വിളിച്ചിട്ട് ഓടി അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി മോളെ, നിനക്കൊരു വല്ലാത്ത സങ്കടം ഉണ്ടല്ലോ മുഖത്ത് എന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, ഇല്ല അച്ഛ, ഇല്ല, അത് അച്ഛന് തോന്നുന്നത് കൊണ്ടാണ്. അച്ഛന് സുഖമില്ലാതൊക്കെ കിടക്കുകയല്ലേ, പിന്നെ എങ്ങനെയാ അച്ഛാ നിങ്ങൾക്ക് സന്തോഷം തോന്നുന്നത്? അച്ഛൻ വീട്ടിലുണ്ടെങ്കിലല്ലേ നമുക്ക് സന്തോഷമാവുള്ളൂ എന്നിങ്ങനെ പറയുമ്പോൾ എന്നിട്ട് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, മോളെ, രോഹിത്തിൻ്റെ കാര്യം എന്തെങ്കിലും ആയോ? ഇല്ല അച്ഛാ, ഇല്ല, ഒന്നും ആയില്ല, ഇപ്പോഴും അവിടെ തന്നെയാണ്. അച്ഛൻ വിഷമിക്കേണ്ട, നമുക്ക് എങ്ങനെയെങ്കിലും രോഹിത്തിനെ ഇറക്കാം. എനിക്ക് തോന്നുന്നത് രോഹിത്ത് ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്നാണ്. രോഹിത്തിൻ്റെ ആ ഒരു മുഖഭാവമൊക്കെ കാണുമ്പോൾ എനിക്ക് അങ്ങനെയാണ് അച്ഛാ തോന്നുന്നത്. അവനൊരു നിഷ്കളങ്കനാണ്, അവനെ കൊണ്ട് അതിന് ചെയ്യാൻ കഴിയില്ല അച്ഛാ. ആ ഹരിയാണ് അവനെ പലതിനും വേണ്ടിയിട്ട് നിർബന്ധിക്കുന്നത്. അങ്ങനെയാണ് അവൻ തെറ്റുകളിൽ നിന്നും തെറ്റുകളിലേക്ക് പോകുന്നത്. അവനിതൊരു പാഠമായിരിക്കും എന്തായാലും. ഹരിയെ വിശ്വസിക്കാൻ കഴിയില്ല എന്ന് ഞാൻ അന്നേ അവനോട് പറഞ്ഞിരുന്നു. അവനോടൊത്തുള്ള കൂട്ട് നിനക്ക് അത് ദോഷമേ ചെയ്യുമെന്ന് ഞാൻ അവനോട് ഒരുപാട് തവണ പറഞ്ഞിരുന്നു. ഇങ്ങനെയെങ്കിലും അവ ഇനി പഠിക്കട്ടെ, ഇതൊരു അനുഭവമാവട്ടെ അവന് എന്ന്. അച്ഛനിപ്പോൾ ഈ കാര്യങ്ങളെ പറ്റിയൊന്നും ആലോചിക്കേണ്ട. അച്ഛൻ്റെ രോഗാവസ്ഥ എങ്ങനെയെങ്കിലും മാറണം. അച്ഛൻ പഴയ പടിയിലേക്ക് തിരിച്ചു വരണം. അച്ഛൻ കൂടെ ഉണ്ടെങ്കിലേ ഞങ്ങൾക്കൊരു ബലമുള്ളൂ അച്ഛാ. ഞാനും കൃഷ്ണമോളും മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ബബിതയാണെങ്കിൽ അവളെ വഴിക്കും, അമ്മയും ഇല്ലല്ലോ.
അതുകൊണ്ട് അച്ഛൻ കൂടെ ഉണ്ടെങ്കിലേ ഞങ്ങൾക്കൊരു സമാധാനമുള്ളൂ എന്ന് പറയുന്ന സമയത്ത് തന്നെയാണ് അവിടേക്ക് ശിവശങ്കര മേനോനും കയറി വരുന്നത്. അയാൾ ബാലചന്ദ്രനെ കണ്ട ഉടനെ ചോദിക്കുന്നുണ്ട്, ബാലചന്ദ്ര ഇപ്പോൾ എങ്ങനെയുണ്ട്, അസുഖത്തിലൊക്കെ കുറച്ച് ഭേദം തോന്നുന്നുണ്ടോ എന്ന് പറയുമ്പോൾ ബാലചന്ദ്ര മേനോൻ പറയുന്നുണ്ട്, മനസ്സിനാണ് അസുഖം, അല്ലാതെ ശരീരത്തിനല്ല. ശരീരത്തിൻ്റെ അസുഖം നമുക്ക് മരുന്ന് കഴിച്ചാലും മാറും, പക്ഷേ മനസ്സിൻ്റെത് അതെങ്ങനെ മാറും? ജീവന് തുല്യം സ്നേഹിച്ച ഭാര്യ അവൾ എന്നെ ചതിച്ചു, ഇപ്പോതാ ജീവന് തുല്യം സ്നേഹിക്കുന്ന മക്കൾ. അങ്ങനെ ഓരോരുത്തരായിട്ട് ബാലചന്ദ്ര മേനോനെ തോൽപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് ശിവശങ്കര മേനോന് ഒന്നും പറയാനില്ലെങ്കിലും അയാൾ അവസാനം പറയുന്നുണ്ട്, എങ്ങനെ പറഞ്ഞാൽ മതിയോ, നമ്മുടെ മക്കളല്ലേ, അവരെ നമുക്ക് രക്ഷിച്ചെടുക്കണ്ടേ, അവര് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് കരുതിയിട്ട് നമുക്ക് അവരെ ഉപേക്ഷിക്കാൻ കഴിയുമോ ബാലചന്ദ്ര? നീ മുന്നോട്ട് വന്നാലേ നമുക്ക് അവൻ്റെ ജയിലിൽ നിന്നും ഇറക്കാനായിട്ട് കഴിയൂ. അപ്പോൾ ബാലചന്ദ്ര മേനോൻ പറയുന്നുണ്ട്, ഞാൻ ഇറക്കാനോ? അവന്മാർ ഒരു നിരപരാധിയായ പെൺകുട്ടിയെ പിച്ച് ചീന്തിയതാണ്, എന്നിട്ട് അവന്മാർ ഒരു നാണവും ഇല്ലാതെ ഞാൻ ഇനി സ്റ്റേഷനിൽ വന്നിട്ട് അവന്മാരെ പുറത്തിറക്കാനോ? ബാലചന്ദ്ര മേനോനെ കൊണ്ട് അതിന് കഴിയില്ല. അവന്മാർ ചെയ്ത കുറ്റത്തിൻ്റെ ശിക്ഷ അവന്മാർ തന്നെ അനുഭവിക്കണമെന്ന്. അവർ രണ്ടുപേരും തനിയെ ഇരുന്ന് സംസാരിക്കട്ടെ എന്ന് കരുതുന്ന അലീന പറയുന്നുണ്ട്, ഞാൻ അമ്മയൊന്ന് കണ്ടിട്ട് വരാമെന്ന്. ആ സമയത്ത് ശിവശങ്കര മേനോൻ പറയുന്നുണ്ട്, വേണ്ട മോളെ, നീ ഒറ്റയ്ക്ക് കാണാൻ പോകണ്ട, അതവൾക്ക് വല്ലാത്ത ദേഷ്യം ഉണ്ടാകും, അപ്പോൾ ഞാനും കൂടെ വരാം എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും അവിടെ നിന്നും വൈജയെ കാണാനായിട്ട് പോകുന്നുണ്ട്. വൈജ അലീനയെ കാണുന്ന ഉടനെ തന്നെ ദേഷ്യത്തോടു കൂടി ശിവശങ്കര മേനോന്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എന്തിനായിട്ടാ ഈ നശിച്ചവളെ കൂടെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്? ഞാൻ ആ കാണാൻ ആഗ്രഹിക്കാത്ത ഒരു മുഖമാണ്. ഞാനൊന്ന് സമാധാനത്തോടെ ഇവിടെ കിടക്കുന്നത് പോലും നിങ്ങൾക്ക് സഹിക്കുന്നില്ലേ എന്നൊക്കെ പറയുന്ന സമയത്ത് ശിവശങ്കര മേനോൻ പറയുന്നുണ്ട്, നീ ഒന്നും മിണ്ടാതിരിക്കും വൈജയെ, അവള് ബാലചന്ദ്രനെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. എന്തിനാണ് നീ ബാലചന്ദ്രനെ കാണാൻ വന്നത്? അയാൾക്ക് അവിടെ ഹോസ്പിറ്റലിൽ നീ സമാധാനം കൊടുക്കില്ലല്ലേ? നീ ഞങ്ങളുടെ ജീവിതം നശിച്ചു. നീ വന്നതിന് ശേഷം എൻ്റെ മക്കളുടെ സ്വഭാവം ആകെപ്പാടെ മാറിപ്പോയി. മര്യാദയ്ക്ക് നടന്നിരുന്ന രോഹിത്, അവനെയും നീ വഴിതെറ്റിച്ചു എന്നൊക്കെ പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, എന്താ മേഡം പറയുന്നത്, ഞാൻ എന്താണ് ചെയ്തത് എന്ന്. ആ സമയത്ത് തന്നെയാണ് ശിവശങ്കരൻ മേനോൻ പറയുന്നത്, ആ കുട്ടി ഉള്ളതുകൊണ്ട് നിന്റെ മക്കൾ അവിടെ കഞ്ഞി കുടിച്ച് കിടക്കുന്നു, നീ ഇവിടെ ഹോസ്പിറ്റലിൽ, ബാലചന്ദ്രൻ ഹോസ്പിറ്റലിൽ, നിന്റെ മക്കളെ ആര് നോക്കുന്നു, ആര് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നു എന്നുള്ളത് നീ ചിന്തിച്ചിട്ടുണ്ടോ? അതിനൊന്നും നിനക്ക് സമയമില്ലല്ലോ, എപ്പോഴും ആ കുട്ടിയുടെ തെറ്റ് കണ്ടുപിടിക്കലല്ലേ നിനക്കുള്ളൂ എന്ന് പറയുമ്പോൾ വൈജ പറയുന്നുണ്ട്, ഹോ, നിങ്ങളെ എല്ലാവരെയും അവൾ മയക്കി വെച്ചിരിക്കുകയാണല്ലോ. ആദ്യം എൻ്റെ വശത്തായിരുന്ന നിന്റെ ചേട്ടന്മാരെ ഇപ്പോൾ അവളുടെ പുറകെ പോയിരിക്കുന്നു. കഷ്ടം, എന്ത് മയക്കുമരുന്നാണോ നിങ്ങൾക്ക് അവൾ തന്നിരിക്കുന്നത് എന്ന്. തൻ്റെ സ്വന്തം അമ്മയാണ് മകളെന്നറിയാതെ തന്നെ ഇത്രയധികം വേദനിപ്പിക്കുന്നത് എന്ന് ആലോചിക്കുന്ന അലീനയ്ക്ക് വല്ലാതെ അങ്ങ് സങ്കടമാവുന്നുണ്ട്. എന്നിട്ട് അവൾ വൈജയോട് പറയുന്നുണ്ട്, മാഡം, ഞാൻ ഒരു കാര്യം പറയാനാണ് ഇങ്ങോട്ടേക്ക് വന്നത്. പോലീസ് സ്റ്റേഷനിൽ നിന്നും SI വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർ സാറിനെയാണ് അന്വേഷിച്ചത്. സാറ് ഹോസ്പിറ്റലിലാണ് എന്ന് പറഞ്ഞപ്പോൾ അവരെന്നോടൊരു കാര്യം പറഞ്ഞു, നിങ്ങളുടെ വീട്ടിലെ കുട്ടിയല്ലേ ബബിതയുടെ 1-2 വീഡിയോസ് ഹരിയുടെ ഫോണിൽ മോശമായി കണ്ടു എന്ന്. അത് കേൾക്കുന്ന വൈജയ്ക്ക് വല്ലാതെ അങ്ങ് ഷോക്കാവുന്നുണ്ട്. എന്നിട്ട് അവൾ ചോദിക്കുന്നുണ്ട്, എന്നിട്ട് അപ്പോൾ അലീന പറയുകയാണ്, അത് ബാത്റൂമിൽ എന്തോ ഒളി ക്യാമറ വെച്ചിരുന്നതിന് ശേഷം ബബിത ഡ്രസ്സ് മാറുന്ന വീഡിയോസാണ് ഹരി എടുത്തത് എന്ന്. അത് ഹരിയുടെ ഫോണിൽ നിന്നും SI അപ്പോൾ തന്നെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കേൾക്കുമ്പോൾ വൈജ ശിവശങ്കര മേനോൻ്റെ മുഖത്തേക്ക് ഒന്ന് വല്ലാതെ നോക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഏട്ടാ, നിങ്ങളുടെ മകൻ കാരണം എന്തെല്ലാം ദുരനുഭവങ്ങളാണ് എൻ്റെ മക്കൾക്ക് അനുഭവിക്കേണ്ടി വന്നത്. 1-2 പ്രാവശ്യം രോഹിതിനെ ഹരി വിളിച്ചുകൊണ്ട് പോയപ്പോൾ ഞാൻ ഹരിയോട് വിലക്കിയതാണ്, ഇനിമേൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കോ ഒരു അപകടത്തിലേക്കോ നീ രോഹിത്തിനെ കൂട്ടിക്കൊണ്ട് പോകരുത് എന്ന്. പക്ഷേ അതവൻ കേട്ടില്ല. ഇപ്പോൾ ഒന്നും അറിയാത്ത എൻ്റെ രോഹിത്, അവൻ ദാ ജയിലിൽ കിടക്കുന്നു. ഇതിനെല്ലാം കാരണക്കാരൻ ആ ഹരിയാണ് എന്ന് പറയുമ്പോൾ ശിവശങ്കര മേനോന് ഒന്നും പറയാൻ പറ്റുന്നില്ല. വൈജയുടെ മുഖത്ത് ഒരു വല്ലാതെ ദയനീയമായിട്ടാണ് നോക്കുന്നത്. അവിടെ നിന്നും അയാൾ നേരെ കമലയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. ചെന്നപാടെ തന്നെ ഈ ദേഷ്യം എല്ലാം മനസ്സിൽ വെച്ചിട്ട് കമലയുടെ മുഖത്തേക്ക് ഒരടി കൊടുത്തിട്ട് സംസാരിക്കുന്നുണ്ട്, നിന്റെ മകൻ കാരണം എനിക്കിപ്പോൾ വെളിയിൽ ഇറങ്ങാൻ പറ്റുന്നില്ല, തല താഴ്ത്തി നടക്കുവാണ് ഞാനെന്ന്. ആ സമയത്ത് കമല ചോദിക്കുന്നുണ്ട്, എന്താ ഞാൻ ചെയ്ത തെറ്റ്? എന്നെ വന്ന് നിങ്ങളിങ്ങനെ എൻ്റെ മുഖത്തടിക്കാൻ കണക്കിന് മാത്രം എന്ത് ദ്രോഹമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ചെയ്തത് എന്ന്. ആ സമയത്ത് അയാൾ പറയുന്നുണ്ട്, നിനക്ക് മനസ്സിലായില്ല അല്ലേ, നിന്റെ മകൻ പല വേലകളും കാണിച്ചിട്ട് നീ അവനെല്ലാം കൂട്ടുനിന്നു. അവൻ എന്ത് തെറ്റ് ചെയ്താലും അതിനെല്ലാത്തിനും നീ കൂട്ടുനിൽക്കും. അവനോട് ഒരു ദേഷ്യപ്പെട്ട് പോലും നീ സംസാരിക്കില്ല. ഇത് തന്നെയാണ് അവൻ എല്ലാത്തിനും വളവായി മാറിയത്. ഇപ്പോൾ നമ്മുടെ കുടുംബത്തിലെ ആ കൊച്ചിൻ്റെ വീഡിയോ വരെ അവൻ എടുത്ത് ഫോണിൽ ഇട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ കമല ചോദിക്കുന്നത്, ആരുടെ വീഡിയോ എന്ന്.
അപ്പോൾ ശിവശങ്കർ മേനോൻ പറയുന്നുണ്ട്, ആരുടെ? ബാലചന്ദ്രൻ്റെ മകള്, വൈജയുടെ മകള്, എൻ്റെ സ്വന്തം പെങ്ങളുടെ മകള് ബബിതയുടെ, അവൻ്റെ സ്വന്തം സഹോദരിയുടെ സ്ഥാനത്ത് കാണേണ്ടവള്. അവൾ ഇവിടെ താമസിച്ചിരുന്ന സമയത്ത് അവളുടെ റൂമിൽ ഒളി ക്യാമറ വെച്ചിട്ട് അവൾ വസ്ത്രം മാറുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടിരിക്കുന്നു. എനിക്ക് പറയാൻ പോലും എനിക്ക് പറ്റുന്നില്ല. അത്രയധികം വൃത്തികെട്ട സ്വഭാവമാണ് നിൻ്റെ മകൻ്റേത്. ഞാനിവിടെ ഇല്ലാതിരുന്നത് കൊണ്ട് എല്ലാ സ്വാതന്ത്ര്യവും നീ അവൻ അനുവദിച്ചു കൊടുത്തു. അവൻ കാണിക്കുന്നതിനെല്ലാത്തിനും നീ കൂട്ടുനിന്നു. ഒരു കുറ്റം പോലും അവനോട് പറഞ്ഞില്ല. ഇങ്ങനെ തന്നെയാണ് നിന്റെ മകനെ നീ വഷളാക്കിയത്. അതുകൊണ്ട് നിന്റെ മുഖത്തല്ലാതെ ഞാൻ ആരുടെ മുഖത്താണ് അടിക്കേണ്ടത് എന്ന്. ആ സമയത്ത് കമലയ്ക്ക് യാതൊരു ഉത്തരവും പറയാനാവാതെ ശിവശങ്കറിന്റെ മുന്നിൽ കരഞ്ഞുകൊണ്ട് തല താഴ്ത്തി നിൽക്കുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്യാനാണ്? ഞാൻ അവനെ ഒരുപാട് സ്നേഹിച്ചു പോയി. ആൺമക്കളല്ലേ എന്ന് വിചാരിച്ചിട്ട് അവന് കുറച്ചധികം സ്വാതന്ത്ര്യം കൊടുത്തു. അവൻ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല ശിവേട്ടാ, എന്നോട് ക്ഷമിക്കൂ എന്ന്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, നിന്നോട് ഞാൻ ക്ഷമിച്ചിട്ട് എന്താ കാര്യം? ഇപ്പോൾ നാട്ടുകാരുടെ മുമ്പിലും വീട്ടുകാരുടെ മുമ്പിലും എല്ലാം ഞാൻ നാണം കെട്ടവനായില്ലേ? എനിക്ക് അവരുടെ മുമ്പിൽ തല താഴ്ത്തി നിൽക്കേണ്ടി വന്നില്ലേ? എല്ലാം നിന്റെ ഒരു മകൻ കാരണം. എന്നാൽ മനു ആണെങ്കിലോ അവനെപ്പോലെ നല്ലൊരു ചെറുപ്പക്കാരൻ ഇപ്പോൾ ഇല്ലാന്ന് തന്നെ പറയാം. ഇതെങ്ങനെ ഇങ്ങനെ തലതിരിഞ്ഞു പോയോ എന്തോ എനിക്കറിയില്ല എന്ന്. അങ്ങനെ അതിനൊക്കെ ശേഷം അലീന തിരിച്ച് അവളുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അവിടെ വന്നേ പാടെ തന്നെ ബബിതയുടെ റൂമിലേക്ക് അവളെ വിളിക്കാനായിട്ട് ചെല്ലുന്ന സമയത്ത് ബബിത മറ്റൊരാളുടെ കൂടെ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവള് ഡോറ് തട്ടുന്ന സമയത്ത് ബബിത ദേഷ്യത്തോട് വന്ന് കതവ് തുറക്കുന്നുണ്ട്. എന്താ നിനക്ക് വേണ്ടത്? നീ എന്തിനാ എന്നെ ഇങ്ങനെ ശല്യപ്പെടുത്തുന്നത് എന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, മോളെ നിനക്ക് ഭക്ഷണമൊന്നും വേണ്ടേ? നീ ഇപ്പോൾ ആരടുത്താണ് സംസാരിച്ചുകൊണ്ടിരുന്നത്? എന്താ ഞാൻ നിന്നോട് ആരടുത്ത് സംസാരിക്കണം, ആരെ കൂടെ പോകണം, ആരെ കൂടെ കിടക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം നിന്നോട് ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ? എനിക്കതിൻ്റെ ആവശ്യമില്ല. അച്ഛൻ ഈ വീട്ടിലില്ല എന്ന് കരുതിയിട്ട് ഞങ്ങളെ ആരെ ഈ വീട്ടിൽ നീ ഭരിക്കാനായിട്ട് വരണ്ട. അതുകൊണ്ട് മേലാൽ എൻ്റെ കാര്യത്തിൽ നീ ഇടപെടരുത്. ഞാൻ ആരെയെങ്കിലും വിളിച്ചോട്ടെ, എനിക്ക് തോന്നുമ്പോൾ ഞാൻ ഭക്ഷണം കഴിച്ചോളാം. പല പ്രാവശ്യം ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതാണ് മേലാൽ എൻ്റെ കാര്യത്തിൽ ഇടപെടരുത് എന്നുള്ള കാര്യം. അപ്പോൾ വീണ്ടും അലീന പറയുന്നുണ്ട്, മോളെ നിൻ്റെ പോക്ക് അപകടത്തിലേക്കാണ്, അത് നീ എന്തെങ്കിലും മനസ്സിലാക്കുമെന്ന്. അപ്പോൾ അവളുടെ നേർക്ക് കഥകിനെ അടച്ചിട്ട് അവൾ തിരിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് മനസ്സിൽ അലീന വിചാരിക്കുന്നുണ്ട്, ദൈവമേ അവളുടെ പോക്ക് അപകടത്തിലേക്കാണല്ലോ, അവൾ എങ്ങനെയെങ്കിലും നമുക്ക് തിരിച്ചു കൊണ്ടുവന്നേ മതിയാവൂ. അതിനൊരു സമയം വരും, അവൾ തന്നെ ആ സത്യങ്ങൾ മനസ്സിലാക്കട്ടെ എന്നിങ്ങനെ വിചാരിക്കുന്നുണ്ട്. ഹരിയുടെ ഫോണിൽ ബബിതയുടെ മോശമായിട്ടുള്ള ഫോട്ടോകൾ എടുത്തു എന്നറിയുന്ന മനു നേരെ അലീനയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അലീന ഞാൻ കേൾക്കുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? ഹരിയാണോ അവളുടെ ആ ഫോട്ടോ എടുത്തത്? എൻ്റെ അനിയനാണെന്ന് പോലും എനിക്ക് പറയാനായിട്ട് കഴിയുന്നില്ലല്ലോ. അവൻ ഇത്രയധികം അവൻ്റെ സ്വഭാവം മാറിപ്പോയി. എൻ്റെ കയ്യിലെങ്ങാനും അവനെ കിട്ടിയിരുന്നെങ്കിൽ ഇപ്പോൾ അവൻ്റെ മുഖത്തിൻ്റെ ഷേപ്പ് ഞാൻ മാറ്റിയേനെ. അപ്പോൾ അലീന പറയുന്നുണ്ട്, അതേ മനുവാട്ടാ, നിന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് SI വിളിച്ചിട്ടുണ്ടായിരുന്നു. SI ആണ് പറഞ്ഞത് ഹരിയുടെ ഫോണിൽ ബബിതയുടെ ഫോട്ടോ കണ്ടു എന്ന്. അങ്ങനെയാണ് ഞാനും ഈ സത്യങ്ങൾ അറിയുന്നത്. എന്നാലും എൻ്റെ അലീന, അവൻ എൻ്റെ സഹോദരനെന്ന് പറയാൻ പോലും എനിക്കിപ്പോൾ വല്ലാത്ത പുച്ഛമാണ് എന്ന് പറഞ്ഞിട്ട് നേരെ അവൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ട്. അവിടെ ചെന്ന് ഹരിയെ കാണുന്ന മനു അവൻ്റെ നേർക്ക് ചെന്ന് അവൻ്റെ കോളറിൽ കുത്തിപ്പിടിച്ച് 2 അടി കൊടുക്കുന്ന സമയത്ത് ബാക്കി പോലീസുകാരെല്ലാവരും കൂടെ അവൻ്റെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട്. എന്നിട്ട് അവനെ പിടിച്ച് മാറ്റുന്നുണ്ട്. എന്നിട്ട് മനു ഹരിയോട് പറയുന്നുണ്ട്, നീ ഇത്ര വൃത്തികെട്ടവനായി പോയല്ലോടാ, എൻ്റെ അനിയനെന്ന് പറയാൻ പോലും എനിക്ക് പുച്ഛമാണ്. എന്നിട്ട് SIയോട് പറയുന്നുണ്ട്, സാറേ ഇവന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ശിക്ഷ തന്നെ വാങ്ങിക്കൊടുക്കണം. ഇനി ഒരിക്കലും മറ്റു പെൺകുട്ടികളോട് ഇവൻ ഈ ക്രൂരത കാണിക്കരുത്. അതിനെന്തെങ്കിലും സഹായം വേണമെങ്കിൽ അത് ഞാൻ ചെയ്തു തരാം. പക്ഷേ ഇവന്മാരെ ശിക്ഷിക്കണം. തെറ്റ് ചെയ്തവൻ എന്തായാലും ശിക്ഷിക്കപ്പെടണം. ഞാൻ പലതവണ അവനെ വാണിംഗ് ചെയ്തിട്ടുണ്ട്, നീ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യരുത്, നിനക്കത് അപകടമേ ഉണ്ടാക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അതൊന്നും അവൻ വകവച്ചില്ല. അവൻ സ്വന്തം വീട്ടിലെ കുട്ടിയെ തന്നെ മോശമാക്കാൻ ശ്രമിച്ചു. അവളുടെ വീഡിയോ തന്നെ അവൻ്റെ സ്വന്തം സഹോദരി എന്ന് വിചാരിക്കാതെ അവളുടെ വീഡിയോ തന്നെ അവൻ ഫോണിൽ പകർത്തി. ഇങ്ങനെയുള്ളവന്മാർക്ക് ഏറ്റവും വലിയ ശിക്ഷ തന്നെ വാങ്ങിക്കൊടുക്കണം, അല്ലാതെ ഇവന്മാര് പഠിക്കില്ല. ഈ കാര്യങ്ങളെല്ലാം അറിയുന്ന രേവതിക്കുട്ടി അലീന വീട്ടിൽ വന്ന ഉടനെ തന്നെ അലീനയെ ഫോൺ ചെയ്യുന്നുണ്ട്. ചേച്ചി എന്തായി കേൾക്കുന്നത്? ബബിതയുടെ വീഡിയോ വരെ ആ ഹരി എടുത്തു. അവൻ്റെ മനസ്സിൽ അപ്പോൾ എന്തുമാത്രം ദുഷ്ടതനമുണ്ട്. സ്വന്തം സഹോദരിയെ പോലെ കാണേണ്ടവളുടെ വീഡിയോ വരെ അവൻ ഫോണിൽ പകർത്തിയിരിക്കുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല ചേച്ചി, സ്വന്തം ചേച്ചിയെ വരെ ഇല്ലാതാക്കാൻ ശ്രമിച്ചവനല്ലേ ആ രോഹിത്. അപ്പോൾ അവനും എന്തായാലും ഇതിൽ കാണും. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഇല്ല മോളെ, ഇതിൽ രോഹിത് നിരപരാധിയാണ്, അവൻ്റെ മുഖം കാണുമ്പോൾ എനിക്കറിയാമെന്ന്. പോട്ടെ മോളെ, ഇപ്പോൾ എനിക്ക് സമയമില്ല, ഞാൻ ഫോൺ വെക്കുന്നു, പിന്നെ നിന്നെ കോൾ ചെയ്യാം. അലീനയുടെ മനസ്സിൽ അപ്പോഴും ബബിതയുടെ കാര്യങ്ങൾ മാത്രമാണുള്ളത്. ബബിത അമലിനെയാണ് ഫോൺ ചെയ്യുന്നത് എന്നും അമൽ അവളെ എങ്ങനെയെങ്കിലും ചതിക്കാൻ ശ്രമിക്കുമെന്നൊക്കെ. ഇനി വരാൻ പോകുന്ന എപ്പിസോഡിലും ബബിത അമലിൻ്റെ കുരുക്കിൽപ്പെടുകയും അവിടെ ചെന്ന് അലീനെ രക്ഷിച്ചു കൊണ്ടുവരുന്ന എപ്പിസോഡുകളൊക്കെയാണ്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഒരു എപ്പിസോഡ് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി മഴത്തോരും മുമ്പേയുടെ പുതുപുത്തൻ വിശേഷങ്ങളുമായി ഉടനെ കാണും വരയ്ക്കും. Bye.